ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് KPCC ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വിശദീകരണം. ഒരു കാരണവശാലും അതിലൊരു സത്യമില്ല. ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ വീട്ടിൽ ആ കാറ് വന്നിട്ടുമില്ല, ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എൻ്റെ കാറ് ഈ കാറ് മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ. ഇവിടെ ഈ കാറില്ലാതെ വേറെ ഒരു കാറും ഇല്ല. രാഹുലിൻ്റെ ആ കിയ കാറുണ്ടല്ലോ, ആ കിയ കാർ ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചിട്ടു, എൻ്റെ കാറ് കേടുവന്നു. ഞാൻ രാഹുലായിട്ട് ഇതിൻ്റെ കേസ് വരുന്ന 2 ദിവസം മുമ്പാണ് ഒന്ന് ബന്ധപ്പെടുന്നത്. പിന്നെ ഒരു ദിവസം ബന്ധപ്പെട്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി. എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടുമില്ല, ബന്ധപ്പെട്ടിട്ടുമില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു പ്രയാസമില്ല. കാരണം ആ കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ഷംന, ഈ പോലീസ് നൽകുന്ന സൂചന പ്രകാരം തന്നെയാണല്ലോ നടിയുടേതാണെന്ന് സംശയിക്കപ്പെടുന്ന കാർ, ഒരു നടിയുടെ ചിത്രമൊക്കെ ഇട്ട് ആ നടിക്കെതിരെ സൈബർ ആക്രമണമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ കൃത്യമായ അത് നടിയുടെ കാർ തന്നെയാണോ അല്ലേ? ഇത് കാർ ആരുടെയാണ്? ഈ പ്രശാന്ത് ശിവൻ പറയുന്നതിൽ കഥയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം അന്വേഷണ സംഘം തരുന്നുണ്ടോ? രാഹുൽ പാലക്കാടില്ല എന്ന് പൂർണ്ണമായി ഉറപ്പിക്കുന്നുണ്ടോ അന്വേഷണ സംഘം? ഷംന. ഹാഷ്മി, ഇതിൽ അന്വേഷണ സംഘം ഒന്നും കൃത്യമായി പറയുന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഈ പറയപ്പെടുന്ന ചുവന്ന കാറ്, അതിലാണ് രാഹുൽ ആദ്യം കണ്ണാടിയിൽ പ്രചരണം നടത്തുന്ന വേളയിലാണ് പെട്ടെന്ന് ഫ്ളാറ്റിലേക്ക് വരുന്നതും ഔദ്യോഗിക വാഹനം മാറി ഈ കാറിൽ കയറുന്നതും. ഈ ചുവന്ന പോളോ കാറായിരുന്നു അത് എന്ന് ഈ രാഹുലിന്റെ കൂടെയുള്ള PA ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അത്തരം ഒരു വിവരത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ഏറ്റവും ബുദ്ധിമുട്ടായത്, അല്ലെങ്കിൽ ആ നിർണായകമായ CCTV ദൃശ്യങ്ങളായിരുന്നു. രാഹുൽ ഇത്തരത്തിൽ ഫ്ളാറ്റിലെത്തി കാർ മാറുന്ന ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അതടക്കം അന്വേഷണ സംഘത്തിന് ഏറെ വെല്ലുവിളിയായിട്ടുണ്ട്. പക്ഷേ നഗരത്തിൽ ഉൾപ്പെടെ ഈ പോളോ കാറിന്റെ ആ ദിവസത്തെ ദൃശ്യങ്ങൾ, ഏത് വഴിയിലൂടെ സഞ്ചരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ തിരയുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് ഈ രാഹുലിന്റെ സഹചാരികളായ ഒപ്പമുണ്ടായിരുന്ന ഫസൽ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പോളോ കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. അതേ രാഹുലിന്റെ MLA-യുടെ തന്നെ ഒരു ഭവന പദ്ധതിയുണ്ട്. അത് കഴിഞ്ഞ കുറെ നാളുകളായി മണ്ഡലത്തിലേറെ സജീവമായി നടക്കുന്നുമുണ്ട്. ഈ ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ കഴിഞ്ഞ കുറെ നാളുകളായി പദ്ധതി തുടങ്ങിയത് മുതൽ സെലിബ്രിറ്റികൾ തന്നെയാണ്, സിനിമാ താരങ്ങളെയാണ് ഇവിടെ എത്താറുള്ളത്. അങ്ങനെ പാലക്കാട് ഇത്തരത്തിൽ ഒരു താരം എത്തിയിരുന്നു. പക്ഷേ അത് ഈ വിവാദങ്ങൾ വരുന്നതിന് മുമ്പ്, ഈ കേസ് വരുന്നതിന് മുൻപ്, ദിവസങ്ങൾക്ക് മുൻപാണ്, ഏകദേശം 1 മാസത്തോളം മുൻപാണ്. പക്ഷെ അന്ന് ഈ നടി ഈ കാറിലെത്തി. പിന്നീട് കാറ് പാലക്കാട് തന്നെ ഇട്ട് നടി പോയി എന്നതാണ് വിവരം. അതോടുകൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഈ കാറ് എവിടെയായിരുന്നു, ഈ പാലക്കാട് ഇത്രയും ദിവസം കാർ ആരാണ് സൂക്ഷിച്ചിരുന്നത് എന്നതടക്കമുള്ള ഒരു സംശയത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയത്. അതേ തുടർന്നാണ് പലരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് അതൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് അത്തരത്തിൽ ആ കാറിനെ സൂക്ഷിച്ചിരുന്നത് എന്ന വിവരം ലഭിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരുന്നത് KPCC ജനറൽ സെക്രട്ടറി ആയ സി ചന്ദ്രന്റെ പേരാണ്. പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടി കാണിച്ചിരുന്നതും വന്നിരുന്നതും. കാരണം ഈ രാഹുലിനെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണം വന്ന സമയത്ത് ഉൾപ്പെടെ രാഹുലിന്റെ പത്തനംതിട്ടയിലുള്ള വീട്ടിൽ ഉൾപ്പെടെ എത്തി രാഹുലിനെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ സി ചന്ദ്രൻ. അതോടുകൂടി തന്നെ ഈ രാഹുലിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്, ഒളിവിൽ പോവാൻ സഹായിച്ചത് ഈ സി ചന്ദ്രൻ എന്ന ഒരു പേരാണ് ഉയർന്നു വന്നിരുന്നത്. അതിൽ നമ്മളിപ്പോൾ ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം തേടുകയുണ്ടായി. പക്ഷെ ആ കാറ് താൻ കണ്ടിട്ടില്ല, അതുമായി ഒരു ബന്ധപ്പെട്ട ഒരു വിവരവും തനിക്കറിയില്ല, തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ഇത് അങ്ങനെ അതിന് മുമ്പുണ്ടായിട്ടുണ്ടോ? ഒരു MLA അത്രയും ദിവസം ഒളിവിൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി കേരള ചരിത്രത്തിൽ മുൻ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും MLA കാണാനില്ല, പോലീസ് അന്വേഷിക്കാണെന്ന് പറയുന്നുണ്ട്, എവിടെയൊക്കെയോ തപ്പുന്നുണ്ട് എന്ന് പറയുന്നത്, കോയമ്പത്തൂര് പൊള്ളാച്ചിയിലൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സൂചന അന്വേഷണ സംഘത്തിന് ഇല്ല. ആകെയുള്ളത് ഈ ചുവന്ന കാറാണ്. ഇപ്പോൾ നാട് മുഴുവൻ CCTV ഉള്ള ഒരു കാലമാണ്. അപ്പോൾ ഈ കാറ് എങ്ങോട്ട് പോയി എന്നൊന്നും കണ്ടുപിടിക്കാൻ അത്ര കണ്ട് ബുദ്ധിമുട്ടാണോ എന്ന കാര്യം അറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരക്കിയുള്ള പോലീസിന്റെ പരിശോധന പല സ്ഥലങ്ങളിൽ തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.